പറയാമോ? അങ്ങേ പോലെ വേറെ ആരുമില്ല. യേശുവിനെ പോലെ വേറെ ആരുമില്ല. കാരണം എന്താ? അവൻ വലിയവനാ. ഓർക്കുന്നു വാനായിട്ട് യേശു വലിയവൻ. നമുക്ക് ശബ്ദം നൽകിയ നാമമാണ്. നമ്മുടെ ജീവനോടെ നിർത്തിയ നാമമാണ്. ആരോഗ്യവും ഐശ്വര്യവും ഫലവും ദീർഘായുസ്സും തന്നെ നമ്മളെ നിർത്തിയ നാമമാണ്. ഈ നാമത്തിന് മേലായ നാമം വേറെ നാമമില്ല. ഇതാണ് ഭൂമിക്കും പ്രപഞ്ചത്തിനും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മളായിരിക്കുന്ന മേഖല എല്ലാത്തിലും മേലെ ഉയരുന്ന നാമം. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറായിട്ട്. കർത്താവ് നമ്മളെ അതിശയമായി നടത്തും. ഹല്ലേലൂയ. സാക്ഷ്യമുള്ളതുകൊണ്ട് പറയണം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ പിൻപോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് നടത്തിയത് അത് അത്ഭുതമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ഒരു മനുഷ്യൻ കാണാത്തത്, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ തൊട്ട് അറിയാത്തതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. ഹല്ലേലൂയ. അവിടെ വഴിയില്ലെന്ന് പറഞ്ഞയിടത്ത് വഴി തുറന്നവനാണ് അവിടെ ദൈവം. ഹല്ലേലൂയ. വഴിയെല്ലാം അടഞ്ഞ് നമുക്കിനി മുൻപോട്ട് നീങ്ങുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴും ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ വഴിയാകും, നിനക്ക് വേണ്ടി ഞാൻ സത്യമാകും. ഹല്ലേലൂയ. ഈ വഴിയെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനാണ് നിന്റെ വഴി. കാരണം ഇത് ഞാൻ പറഞ്ഞതല്ല, വചനം പറയുന്നു യേശു വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഒരു ക്ലിഫിൽ പോയി നിൽക്കുന്നതല്ല ഈ വഴി. ഈ വഴി നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ വഴി ഒരിക്കലും നമ്മളെ ഇടയ്ക്ക് വെച്ച് പറയത്തില്ല ഇനി ഇവിടെ പാലമില്ലെന്ന്, ഇവിടെ ഇനി നിനക്ക് കടക്കുവാൻ കഴിയത്തില്ലെന്ന്, അങ്ങനെ പറയത്തില്ല. ഹല്ലേലൂയ. കാരണം ഈ വഴിക്ക് ഉറപ്പുണ്ട്, നിന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, നിന്നെ ഞാൻ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത് തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വഴി കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. കർത്താവ് സ്വർഗത്തിൽ കയറി നമുക്ക് വേണ്ടി അവിടെ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മരിച്ചത് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. നമുക്ക് വചനം വായിക്കാം. 2 ക്രോണിക്കൽസ്, അത് 2 ദിനവൃത്താന്തം 2:5-6. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലിയത്. അടുത്ത വാക്യം. എന്നാൽ അവന് ആലയം പണിയുവാൻ പ്രാപ്തിയുള്ളവനാൽ സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ. അങ്ങനെ ഇരിക്കെ അവന്റെ സന്നിധി ധൂപം കാട്ടുവാനല്ലാതെ അവനൊരു ആലയം പണിയേണ്ടതിനെ ഞാനാർ. പറയട്ടെ. ശലോമോൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഈ ഭൂമിയിൽ പലതും പണിതിട്ടുണ്ടാകാം, ഹല്ലേലൂയ, പലതും പണിയിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഈ ആലയം, ഹല്ലേലൂയ, ഈ ആലയം ഒരു സാധാരണ ആലയമല്ല. കാരണം ദൈവം എല്ലാ ദൈവങ്ങളെക്കാളും ഉയർന്നവനത്രേ. ശലോമോൻ എങ്ങനെയാ പറയുന്നത്? എല്ലാ ദൈവങ്ങളെക്കാളും വലിയവനത്രേ. അവിടെ വചനം പറയുന്നത് our God is greater than all gods. Hallelujah. നമ്മുടെ ദൈവം മറ്റുള്ള ദൈവങ്ങളെക്കാൾ വലിയവനാകുന്നു. Amen. Hallelujah. അതുകൊണ്ട് ഞാൻ ആരാണ് പണിയുവാൻ? ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ അടങ്ങുന്നവനല്ല. ഹല്ലേലൂയ. അവൻ സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങുന്നവനല്ല. ഈ അടങ്ങാത്ത ദൈവത്തിന് ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ഒരു മന്ദിരം പണിയും? അതല്ലേ ശലോമോൻ ഇത് ഉള്ളിൽ കയറുകയാണ് ഈ വെളിപ്പാട്. ഹല്ലേലൂയ. കാരണം ഞാൻ എങ്ങനെ ഈ ആലയം പണിയും? സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കാത്തവൻ, ഹല്ലേലൂയ, വസിക്കാത്തവൻ എന്ന് വെച്ചാൽ അവിടെ അടങ്ങാത്തവൻ, ഹല്ലേലൂയ, അവന് വേണ്ടി ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ഒരു ചെറിയ ഒരു മന്ദിരം പണിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ശലോമോന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ഭവനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു ഭവനമുണ്ട്. മനുഷ്യനെ അവിടെ മെഷർ ചെയ്യുവാൻ കഴിയാത്തവണ്ണം ദൈവം മെഷർ ചെയ്യുന്ന ഒരു മന്ദിരമുണ്ട്. ഹല്ലേലൂയ. ആ ശലോമോന് ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ ശലോമോന് മനസ്സിലായി, ഹല്ലേലൂയ, കർത്താവ് ഒരിടത്തും അടങ്ങാത്തവനാണ്. കർത്താവ് എല്ലാ ദൈവങ്ങളെക്കാളും വലിയവനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്ത് കർത്താവ് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കൽ കൂടി ചരിത്രം നമ്മൾ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആ വ്യക്തി ഒരു 1000 വർഷങ്ങൾക്ക് മുൻപ്, ഹല്ലേലൂയ, ഈ നമ്മുടെ ജനങ്ങൾ, അന്നത്തെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം സക്സസിനെ മെഷർ ചെയ്യുന്നത് ഒരിക്കലും ഒരു കാരണത്താലല്ല. എന്ന് വെച്ചാൽ ഒരു സക്സസിനെ മെഷർ ചെയ്യുന്നത് ഇവന്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്ന ഒരു ഇമേജിലല്ല ഇവൻ സക്സസ് ആയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നോക്കുന്ന 2 കാര്യങ്ങളാണ്. അന്നത്തെ ആൾക്കാർ വാല്യൂ ആക്കുന്ന 2 കാര്യങ്ങളാണ്. അവന് ലാൻഡ് ഉണ്ടോ? ഹല്ലേലൂയ. അവനൊരു, നിങ്ങൾ കേട്ടില്ല തോന്നുന്നു, അവൻ എന്തുണ്ടോ എന്ന് ചോദിച്ചത്?
ഒരു ലാൻഡ് ഉണ്ടോ? ഹല്ലേലൂയ. അവന് ഒരു ഭൂമിയുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് അന്നത്തെ ആൾക്കാർ നോക്കുന്നത്. അവന് ഭൂമിയുണ്ടോ? രണ്ടാമത്തത് അവനൊരു മകനുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ ഈ ഒരു വ്യക്തിനെ നോക്കിയപ്പോൾ അവൻ രണ്ടുമില്ല. ഹല്ലേലൂയ. ഈ വ്യക്തിനെ നോക്കുമ്പോൾ അവന് ലാൻഡും ഇല്ല, അവനൊരു മകനുമില്ല. ഹല്ലേലൂയ. പക്ഷേ ഈ ലോകം കണ്ട അവിടുത്തെ നെയ്ബേഴ്സ് എല്ലാരും പറഞ്ഞു ഇവനൊരു സീറോയാ. ഹല്ലേലൂയ. കാരണം ഇവന് മകനും ഇല്ല, ഇവൻ പ്രായമുള്ളവനാണ്, ഇവന് ലാൻഡും ഇല്ല, ഇവന് സ്വസ്ഥമായി ഇരിക്കാൻ ഒരു വീടും, ഓ കമോൺ, ഹല്ലേലൂയ, ഒരു ഉറപ്പുള്ള ഒരു കെട്ടിടവും അവന് ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ കണ്ട നാട്ടുകാരെല്ലാരും പറഞ്ഞു ഇവനൊരു തോൽവിയാണ്. ഹല്ലേലൂയ. ഇതേപോലെ നമ്മളെ നോക്കി കുറെ പേര് പറയാറില്ല ഇവൻ ഇങ്ങനെ എന്താ പഠിക്കാതെ, ഇവനൊരു തോൽവിയാണെന്ന്. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറയുന്നു നീ ഒരു വിജയമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം നോക്കി പറയും നീ ഒരു സീറോയാണെന്ന്, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ഒരു ഹീറോയാണ്. ഹല്ലേലൂയ. ലോകം നോക്കി നിങ്ങളെ പറയും, ലോകം നിങ്ങളെ മെഷർ ചെയ്യുമ്പോൾ ലോകം പറയും അവരുടെ മെഷർമെന്റിൽ നീ ഒരു സീറോയാണ്, പക്ഷേ ദൈവത്തിന്റെ മെഷർമെന്റിൽ നീ ഒരു ഹീറോയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകം ആ വ്യക്തി നോക്കി പറഞ്ഞു നീ ഒരു വയസ്സനാണ്. ഹല്ലേലൂയ. നീ ഇത്ര വയസ്സായി, നിനക്ക് ഇനി മകൻ ജനിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ ഭാര്യയും ഒരു വയസ്സ് ചെന്നവളായതുകൊണ്ട് ഇനി നിനക്കൊരു മകനെ ജനിക്കുവാൻ നിനക്ക് ഒരിക്കലും ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞു ലോകം അവിടെ ഒരു മെഷർമെന്റ് വെച്ചു. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, അവരെ ബയോളജിക്കൽ നോക്കുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാകുവാൻ ഏറ്റവും വലിയ ഇമ്പോസിബിൾ ടൈം. ഹല്ലേലൂയ. ഒരിക്കലും കുഞ്ഞ് ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ഒരു ടൈമിലാണ് ആ രണ്ടുപേരും നിൽക്കുന്നത്. കാരണം അവർക്ക് ലാൻഡും ഇല്ല, അവർക്കൊരു മകനും ഇല്ലെന്ന് കണ്ടപ്പോൾ ലോകം വിധിച്ചു, ലോകത്തിന്റെ മെഷർമെന്റിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ലോകത്തിന്റെ മെഷർമെന്റിൽ പറഞ്ഞു നീ ഒരു സീറോയാണെന്ന്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അബ്രഹാമേ നീ പുറത്ത് ഇറങ്ങ്. കമോൺ മോനെ അബ്രഹാമേ നീ ചിന്നിന്റെ പുറത്ത് ഇറങ്ങ്. മോനെ അബ്രഹാമേ നീ ചിന്നിന്റെ പുറത്ത് ഇറങ്ങ്. കാരണം നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവർ വർദ്ധിച്ചു വരും. ഓ ഹല്ലേലൂയ. അവർ മണൽത്തരികൾ പോലെ അവർ നിന്റെ സന്തതിയെ തീരും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു മോനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണ്. ഹല്ലേലൂയ. നീ കിടക്കുന്ന മണൽത്തരികളെ നിനക്ക് എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണ്. കാരണം നിന്റെ സന്തതി ഇതുപോലെ വർദ്ധിച്ചു വരും. നിന്റെ സന്തതി ഇതുപോലെ വർദ്ധിച്ചു വരും. നിന്റെ സന്തതി ഇതുപോലെ ഉയരങ്ങളിൽ അവർ പതിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ലോകം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ലോകത്തിന്റെ മെഷർമെന്റിൽ ലോകം പറയും നീ ഒരു സീറോയാണ്, നീ ഒന്നുമല്ല. പക്ഷെ ദൈവത്തിന്റെ മെഷർമെന്റിൽ ദൈവം പറയും യു ആർ എ ഹീറോ. നീ ഒരു രാജ്യത്തിന്റെ തലവനായി തീരും, നീ രാജ്യത്തിന്റെ പിതാവായി തീരും. ഓ ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു പിതാവായി തീരും. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞു മോനെ ലോകം എന്നും പറഞ്ഞോട്ടെ, ലോകത്തിന്റെ മെഷർമെന്റിൽ നീ ഒരു സീറോയായിരിക്കും, പക്ഷേ എന്റെ കണ്ണിൽ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുന്നുണ്ടോ? അതേപോലെ നിന്റെ സന്തതിയെ ഞാൻ ഇപ്പോൾ കാണുന്നു. ഹല്ലേലൂയ. ലോകം നിങ്ങളെ നോക്കി എന്തും പറഞ്ഞോട്ടെ, പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ നീ ഒരു ഹീറോയാണ്. ഹല്ലേലൂയ. ലോകം നോക്കി നമ്മൾ എന്തും പറയും. ഹല്ലേലൂയ. കാരണം അവരുടെ മെഷർമെന്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അവരുടെ മെഷർമെന്റിൽ ഒരു പരിധിയുണ്ട്, അവരുടെ മെഷർമെന്റിൽ ഒരു മെഷറിംഗ് ഉണ്ട്. പക്ഷേ ദൈവം ആകട്ടെ, ദൈവം പറയുന്നു എന്റെ കണ്ണുകൾ അനാദികാലം മുതൽ അമ്മയുടെ ഉദരത്തിൽ ആകുന്നതിന് മുന്നമേ നിന്നെ കണ്ട കണ്ണുകളാണ്. നിന്റെ ഭാവിയെ കാണുന്ന കണ്ണാണ്. അതുകൊണ്ട് നീ സീറോയാണെന്ന് ഇപ്പോൾ ജനം പറയും, പക്ഷെ നാളെ അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നീ ഈ രാജ്യത്തിന്റെ പിതാവാണ്. വാഗ്ദത്തത്തിന്റെ പിതാവാണ്. വചനം പറയുന്നു അവരെല്ലാവരും പറഞ്ഞു, ജനം മുഴുവനും ഏറ്റു പറയുന്നൊരു നാമമുണ്ട്, അവൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു, ഇസ്ഹാക്കിന്റെ ദൈവമാകുന്നു, യാക്കോബിന്റെ ദൈവം. ഹല്ലേലൂയ. അബ്രഹാം ആരാണെന്ന് ചോദിക്കുമ്പോൾ ജനം പറയും അവൻ സീറോയാണ്, പക്ഷെ ദൈവം പറയുന്നു ഞാൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു. അവനെ ഹീറോയാക്കിയ ദൈവമാണ്, നമ്മളെ ഹീറോയാക്കും. മനുഷ്യന്റെ കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യന്റെ കാൽക്കുലേറ്ററിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചുരുങ്ങി പോകും. പക്ഷേ ദൈവത്തിന്റെ കണ്ണിലാകട്ടെ നമ്മൾ എല്ലാവരും ഒരു കൺമണികളാണ്. നമ്മളെല്ലാവരും ഒരു ഹീറോസ് ആണ്. നമുക്കൊരു മനുഷ്യനെ കാണാം.
ഹല്ലേലൂയ. നമുക്കൊരു വ്യക്തിയെ കണ്ടുമുട്ടാം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ആ വ്യക്തിയെ നോക്കുകയാണെങ്കിൽ അത് യേശുവിന്റെ ഒരു ഇന്നർ സർക്കിളിലുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ യേശുവിന്റെ കൂടെ എപ്പോഴും ഒരു 3 പേരുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് ഒരു 3 പേര്, അതാരൊക്കെയാണെന്നറിയോ? യെസ്, യാക്കോബ്, യോഹന്നാൻ, ഒരാളെ പറഞ്ഞില്ല, പത്രോസ്. ഹല്ലേലൂയ. ഈ 3 പേരും എപ്പോഴും യേശുവിന്റെ കൂടെ എങ്ങനെയായാലും ഉണ്ടാകും. ഹല്ലേലൂയ. യേശു ഇപ്പോൾ മലയിൽ കയറുകയാണെങ്കിലും യേശു പറയും, നിങ്ങൾ 3 പേര് പോരി. ഹല്ലേലൂയ. കാരണം യേശുവിനെ വിട്ടു പിരിയാത്തൊരു സ്നേഹം ഈ 3 പേർക്കുമുണ്ട്. ഹല്ലേലൂയ. കാരണം യേശു എവിടേക്ക് കയറി ചെന്നാലും ഈ 3 പേരും എവിടെങ്കിലും നുഴഞ്ഞു കയറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തി എഴുതി വെച്ചു, ഹല്ലേലൂയ, യോഹന്നാൻ എഴുതി വെച്ചു, ഞാനാണ് യേശുവിന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോരുത്തരും 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിടിയ. കാരണം എന്ന് വെച്ചാൽ യേശുവിന്റെ കൂടെ എനിക്ക് ഇരിക്കണം, യേശുവിന്റെ എനിക്ക് കിടക്കണം, യേശുവിന്റെ കൂടെ എനിക്ക് നടക്കണം. ഇങ്ങനെ ആഗ്രഹമുള്ളവരെല്ലാം ടോപ്പ് ലിസ്റ്റിൽ വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 3 പേരിൽ ഒരു വ്യക്തിയെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആ വ്യക്തി വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവേ, ഹല്ലേലൂയ, വാക്യം വായിക്കാം. ഹല്ലേലൂയ. മത്തായി 18:21. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. പത്രോസ് ചോദിക്കുക, കർത്താവേ, ലോകം പറയുന്നുണ്ട് ലോകം ക്ഷമിക്കും, ഇങ്ങനെ ക്ഷമിക്കും. ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട് നീ 3 പ്രാവശ്യം ക്ഷമിക്കണം. ഹല്ലേലൂയ. പക്ഷേ പത്രോസ് ആകട്ടെ, പത്രോസ് എന്തു കയറ്റി പിടിച്ചു. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞ, കർത്താവ് 3 പ്രാവശ്യം തരാം, ഞാൻ 7 പ്രാവശ്യം ഞാൻ ക്ഷമിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ 7 പ്രാവശ്യമല്ല, 7 × 70. ഹല്ലേലൂയ. 70 പ്രാവശ്യം നീയെങ്കിലും. ഓ ഹല്ലേലൂയ. മനുഷ്യന്റെ മെഷർമെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവ് ദയാലുവാണ്. ഹല്ലേലൂയ. കർത്താവ് ദയാലുവാണ്. അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു. വചനം പറയുന്നു, അവൻ നിന്റെ പാപങ്ങളെ, അകൃത്യങ്ങളെ മോചിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരിധി വെക്കുവാൻ കഴിയത്തില്ല. ഓ, കർത്താവ് ഒരിക്കലും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം നമ്മുടെ ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. ഓ, നമ്മുടെ ദൈവം ദീർഘമായി ക്ഷമിക്കുന്ന ദയാലുവാണ്. മനുഷ്യൻ പറയുന്നു, ഞാനിത് 7 വട്ടം ക്ഷമിക്കും, ഞാനിത് 70 വട്ടം ക്ഷമിക്കും. പക്ഷെ നോ, നമ്മുടെ ദൈവം അതിനേക്കാളും ക്ഷമിക്കുന്നവനാണ്. അവൻ ദയാലുവാണ്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യന്റെ കണക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പറയും, നീ ഇത്ര വട്ടം ക്ഷമിച്ചാൽ മതി, ഇനി എന്റെ കൺട്രോൾ പോകും, എന്റെ സ്വഭാവം മാറും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം പറയുന്നു, നീ എത്ര വട്ടം വീണാലും നീതിമാൻ നിലം പരിശാകത്തില്ല. കാരണം ദൈവത്തിന്റെ നീതിമാൻ വിശ്വസിക്കുന്നത് അവൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. നമ്മളാണ് കർത്താവിനെ പരിധി വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കീലുമായിട്ട് വരും, നമ്മുടെ കയ്യിലിരിക്കുന്ന ടേപ്പായിട്ട് വന്നിട്ട് പറയും, കർത്താവെ നീ ഇന്നലെ ക്ഷമിച്ചില്ലേ, കർത്താവ് നീ ഇന്ന് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അങ്ങനെയല്ല. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ കർത്താവ് നമ്മളെ എല്ലാ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ല. കർത്താവ് എന്നും ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിനൊരു കുറവ് വരത്തില്ല. കർത്താവിന്റെ ദയത്തിന് ഒരു കുറവ് വരത്തില്ല. ഒരു ദയം കർത്താവിന്റെ കുറഞ്ഞ ചരിത്രവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു, അവൻ ദയാലുവാണ്. ആമേൻ. യോഹന്നാൻ പറയുന്നുണ്ട്, കർത്താവെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ, ഹീബ്രുവിന്റെ നോക്കുകയാണെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിന്റെ കാൽക്കുലേഷൻ തെറ്റാണ് പത്രോസേ, നിന്റെ മെഷർമെന്റ് തെറ്റാണ്. ഞാൻ ഒരു സ്നേഹിക്കുന്ന എല്ലാവരും ഞാൻ ക്ഷമിക്കുന്നുവെങ്കിൽ അതിനൊരു അന്ത്യമില്ല. ഹല്ലേലൂയ. കാരണം എന്റെ കാൽക്കുലേഷന് ഒരു അൺമെഷേർഡ് ആണ്. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചത് സാധാരണ സ്നേഹമല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചത് അളവില്ലാത്ത അളവുള്ള സ്നേഹമാണോ? നോ. ഞാൻ നിന്നെ സ്നേഹിച്ചത് അളവില്ലാത്ത സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ കൃപയാണ് നമ്മളെ പിടിച്ചു കയറ്റിയത്. ഹല്ലേലൂയ. ആ കൃപയാണ് നമ്മളെ സ്നേഹിച്ചത്. ആ കൃപയാണ് നമ്മളെ ഉയർത്തിയതും, നമ്മളെ ഉയർത്തുവാൻ ഇരിക്കുന്നതും, നമ്മളെ ഉയർത്തി നിർത്തിയിരിക്കുന്നതും. Hallelujah.
ഹല്ലേലൂയ. ഡോക്ടർമാര് പറയും ഹല്ലേലൂയ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, സൗഖ്യമാകുന്നത് വരെ ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ വചനത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയും 5000 പുരുഷന്മാർ ഇരിക്കത്തക്കവണ്ണം അവർ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് 5 അപ്പവും ഉള്ളൂ, 2 മീനും ഉള്ളൂ. നിന്റെ മെഷർമെന്റിൽ നീ നോക്കുമ്പോൾ നീ കാണുന്നത് 5 അപ്പവും 2 മീനുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കാൽക്കുലേഷനും മെഷർമെന്റും തെറ്റുവാൻ പോകുകയാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഈ എടുത്തിട്ട് നീ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയാലുണ്ടല്ലോ, അവിടെ ഒരു മെഷർമെന്റ് ഉണ്ട്. ആ മെഷർമെന്റിൽ ഇത് വർദ്ധിക്കുക തന്നെ ചെയ്യും. 5 അപ്പമാണോ 2 മീനുമാണോ, അത് 5000 പുരുഷന്മാരെ അത് തൃപ്തിയാകവണ്ണം അത് കഴിപ്പിക്കുന്ന ഒരു നിറവ് നിന്റെ മേൽ കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആ മെഷർമെന്റ് ഉള്ളതിനെ എടുത്ത് അൺമെഷർമെന്റ് ആക്കി തീർത്തു. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ആ മെഷർ ഉള്ളതിനെ ഇട്ടപ്പോൾ അത് പിന്നെ വർദ്ധിച്ചു വന്നു എന്ന് വചനം പറയുന്നു. 5000 പുരുഷന്മാർ അത് തിന്ന് തൃപ്തരായി. മത്തായി 14:20 പറയുന്നു, എല്ലാവരും നിന്ന് തൃപ്തരായി, ശേഷിച്ച കഷണം 12 കൂട്ടം നിറച്ചെടുത്തു. ഹല്ലേലൂയ. ലോകം പറഞ്ഞു ഇതൊരു മെഷർമെന്റ് ആണ്, ഇതിന് 12 ഹല്ലേലൂയ 12 കൂട്ടം നിറക്കുവാൻ തക്കവണ്ണം മെഷർമെന്റ് അതിനില്ല. അത് 5 അപ്പവും 2 മീനും എന്ന് പറയുന്ന മെഷർമെന്റിൽ ഒതുക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവായ യേശു എടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ രാജ്യത്തിലേക്ക് ഞാൻ ഇടുവാൻ പോവുകയാണ്. ഇത് ഞാൻ രാജ്യത്തിലേക്ക് ഇടുവാൻ പോവുകയാണ്. എന്റെ രാജ്യത്തിലേക്ക് ഇത് ഇട്ടാൽ ഇത് പിന്നെ 12 കൊട്ട നിറയത്തക്കവണ്ണം ഒരു ഓവർഫ്ലോ, ഒരു ഓവർഫ്ലോ തക്കവണ്ണം അത് നിറഞ്ഞു കവിയും. നിന്റെ കുടുംബം ചുമക്കത്തക്കവണ്ണം ഒരു അനുഗ്രഹം അതിന്റെ തലയിൽ നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ അത് ചെറുതാണെങ്കിലും ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ ഇട്ടാൽ അത് നിറഞ്ഞ് കവിയത്തക്കവണ്ണം ഒരു അനുഗ്രഹം, ഒരു ഓവർഫ്ലോ നിങ്ങളുടെ മേലേക്ക് ഞാൻ പകരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മേലേക്ക് ഞാൻ പകരുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കാരണം നമ്മുടെ ദൈവം പരിധിയുള്ളവനല്ല, നമ്മുടെ ദൈവം നിറവിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം നിറച്ചു കവിയുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നിറച്ചു കവിയും നമ്മുടെ എല്ലാ മേഖലയിലും. അത് ഏതൊക്കെ മേഖലയാണെങ്കിലും കർത്താവ് നിന്നെ നിറയ്ക്കും. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന വാക്യമുണ്ട്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-19. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പറഞ്ഞേ ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്, ആഴമുണ്ട്, എല്ലാത്തിനും ഒരു മെഷർമെന്റ് ഉണ്ട്. പക്ഷേ നീ അതിലും ഉപരി എന്ത് ചെയ്യണം? കർത്താവിന്റെ സ്നേഹത്തെ എന്ന് പറഞ്ഞാൽ വചനം എങ്ങനെ പറയുന്നത്? കർത്താവിന്റെ സ്നേഹത്തെ നീ അറിയണം. അറിയ ഈ കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിനൊരു അളവില്ല. കമോൺ, ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു അളവുണ്ട്. പക്ഷേ കർത്താവിന്റെ സ്നേഹമാകട്ടെ ഒരളവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭൂമിയിലായിരിക്കുമ്പോൾ നീ നോക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒരു കെട്ടിടം പോലെ ഉയർന്നു നിന്നേക്കാം. നിന്റെ മുൻപിൽ ഒരു തിരമാല ഉയർന്നു നിൽക്കുന്നത് പോലെ അത് ഉയർന്നു വന്നേക്കാം. ഒരു എരിഹോ മതിലിരിക്കുന്നത് പോലെ അത് പണിയപ്പെട്ടേക്കാം. പക്ഷേ കർത്താവിന്റെ സ്നേഹം അതിനേക്കാളും വലുതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ടൈമിൽ നിങ്ങൾ വേറെ എടുത്ത് പോകേണ്ടവരാണ്. പക്ഷേ കർത്താവ് വലിയവനായതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ കടന്നു വന്നു. ഈ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്ന പുതിയ ആൾക്കാരോട് ഞാൻ പറയട്ടെ, കർത്താവ് വലിയവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയവനാണ്. ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, കർത്താവ് നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ സ്നേഹം അത് ഏറ്റവും വലുതാണ്. അതാണ് അപ്പോസ്തലൻ പൗലോസ് ചർച്ചിനോട് പറയുകയാണ്, നിങ്ങൾ ഈ ആലയത്തിന്റെ ഹൈറ്റ് ഒന്നും നോക്കണ്ട, നിങ്ങൾ കർത്താവിന്റെ സ്നേഹത്തെ നോക്കുക. ഹല്ലേലൂയ. ഈ യെരൂശലേം ആലയത്തെ നോക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഹൈറ്റും വീതിയും നീളവും എല്ലാം നോക്കും. പക്ഷേ കർത്താവിന്റെ സ്നേഹത്തെ നോക്കുവാൻ നിങ്ങൾ മറക്കരുത് മക്കളെ. കർത്താവിന്റെ സ്നേഹം ഇതിനേക്കാളും വലുതാകുന്നു. നമ്മുടെ പ്രശ്നത്തെക്കാളും നമ്മുടെ സാഹചര്യങ്ങളെക്കാളും നമ്മുടെ പരാജയത്തെക്കാളും എല്ലാത്തിനേക്കാളും കർത്താവിന്റെ സ്നേഹം വലിയവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചരിത്രം നോക്കുകയാണെങ്കിൽ അന്ന് വലിയതെന്ന് വിളിക്കുന്നത് ആരെയെന്ന് വെച്ചാൽ അന്നത്തെ ഹെരോദാവും അന്നത്തെ കൈസരും എല്ലാവരും നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അന്നത്തെ ഏറ്റവും വലിയ ആളാണ്
അഗസ്റ്റസും ഹെരോദാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നിൽക്കുമ്പോൾ ദൂതന്മാർ പറയുന്നത് അവനല്ല വലിയവൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരല്ല വലിയവൻ, ഈ ഭൂമിയിൽ വാഴുന്നവരുമല്ല വലിയവർ. ഈ ഭൂമിയിൽ ഒരുവൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒരു കുഞ്ഞ് വരുന്നുണ്ട്. ഹല്ലേലൂയ. അവന്റെ ജനനം എന്ന് പറഞ്ഞാൽ സാധാരണ ജനനമല്ല, അവന്റെ ആധിപത്യം അവന്റെ ചുമലിലേക്ക് പോകും. ഈ ഭൂമിയിലെ ആധിപത്യം അവന്റെ ചുമലിലിരിക്കും. അവൻ ജനിക്കുന്നതിന് മുന്നമേ ലോകം പറഞ്ഞു അവൻ വലിയവനാ. ദൂതന്മാർ പറഞ്ഞു മറിയേ അവൻ വലിയവനാണ്, അവൻ ചെറിയവനല്ല, അവൻ വലിയവനാണ്, വലിയവനാണ്. യോഹന്ന സഭ പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവന്റെ ചിരിപ്പിന്റെ വാറടിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അന്ന് ഇസ്രായേലിന്റെ ചരിത്രം നോക്കുമ്പോൾ ഈ ചെരിപ്പഴിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അന്നത്തെ അടിമകളാണ്. ഹല്ലേലൂയ. അടിമകളാണ് ഈ ചെരുപ്പിന്റെ വാറടിക്കുന്നത്. പക്ഷേ അവന്റെ മുൻപിൽ ഞാൻ യോഗ്യനല്ല, കാരണം അവൻ വലിയവനാണ്. അവൻ ഈ ഭൂമിയിൽ വലിയവനാണ്. അവൻ അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടാണ്. അവൻ ജനിച്ചവരെക്കാളും വലിയവനാണ്. അവൻ ഈ ഭൂമിയിൽ ഏറ്റവും വലിയവനാണ്. അത് റോമക്കാരുടെ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു യേശുവിന്റെ കാൽവരി ക്രൂശിന്റെ ആ കാൽച്ചുവട്ടിൽ. ആ വ്യക്തി പറഞ്ഞു ഞാൻ പലവരെയും സേവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ സേവിച്ച ഒരു വ്യക്തിയാണ് കൈസർ. ഹല്ലേലൂയ. ഞാൻ സേവിച്ച വ്യക്തിയുടെ പേരാണ് സീസർ. ഹല്ലേലൂയ. ഞാൻ പലരെയും ക്രൂശിച്ചിട്ടുണ്ട്, ഞാൻ പലരെയും ഈ ക്രൂശിൽ കൊന്നിട്ടുമുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ ഒരു സാധാരണക്കാരനല്ല. ഞാൻ സേവിക്കുന്നത് കൈസറിനെയാണ്, പക്ഷേ ഇവൻ അവനിലും വലിയവനാണ്. ഇവൻ കൈസറിനേക്കാളും വലിയവനാണ്. കാരണം ഇവൻ ഒരു സാധാരണക്കാരനല്ല, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ യേശുവാണ്, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ചരിത്രം എല്ലാം പറഞ്ഞു യേശു വലിയവനാണ്. ഹല്ലേലൂയ. ഇനി ചരിത്രം നമ്മൾ ജീവിക്കുമ്പോൾ ഈ ചരിത്രത്തിൽ നമ്മൾ പറയണം, നമ്മുടെ കുടുംബം പറയണം എന്റെ യേശു വലിയവനാണ്. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞാട്ടെ, ഞാനും എന്റെ കുടുംബം പറയും എന്റെ യേശു വലിയവനാണ്. ഞാനും എന്റെ കുടുംബവും പറയും. ഓർക്കെ പറഞ്ഞാട്ടെ, ഞാനും എന്റെ കുടുംബവും പറയും യേശു വലിയവൻ. ലോകത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ആ വ്യക്തിയാണ് ഈ ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ വലിയവൻ. അതുകൊണ്ട് യേശു വലിയവനാകുന്നു. ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു വലിയവനാകുന്നു. ഹല്ലേലൂയ. ഇത് സ്വീകരിച്ചവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.